പടം എങ്ങനെയുണ്ടായിരുന്നു? പടം സൂപ്പർ ഹിറ്റ് സിനിമയാകും. കാരണം അതിൽ യാതൊരു സംശയം. നമുക്ക് മുൻകാലങ്ങളിൽ തമിഴ് ചിത്രം കണ്ടിട്ടില്ലേ, നല്ല ഡപ്പാങ്കുത്ത്, അതായത് വിജയാന്ത്, കാർത്തിക്, അങ്ങനെ ഒരുപാട് നടന്മാരുണ്ട്. ഇപ്പൊ പേര് പറയണമെങ്കിൽ അതേ സ്റ്റൈലൊരു നമ്മുടെ മലയാളത്തിൽ നല്ല സിനിമകൾ പഴയ കാലഘട്ടം വന്നപോലെ തമിഴിലെ പഴയ കാലഘട്ടം ആ ഡയറക്ടർ തിരിച്ചുകൊണ്ടുവന്നേ. പിന്നെ അദ്ദേഹത്തിന്റെ കാസ്റ്റിംഗ് അടിപൊളി. പിന്നെ ഇതിൽ കാളപ്പോര്, നമ്മൾ ഇതൊക്കെ കേട്ട് ഇപ്പൊ ആലക്കാടൊക്കെ നടക്കുന്ന സംഭവമാണ്. നമുക്കിത് അധികം മനോഹരമായിട്ട് അദ്ദേഹം ചിത്രീകരിച്ചേക്കുന്നത്. ആ സെറ്റാണെങ്കിലും എന്താണെങ്കിലും നല്ല അതിൽ അഭിനയിച്ചിരിക്കുന്ന ഓരോ കഥാപാത്രവും അദ്ദേഹം കാസ്റ്റ് ചെയ്തേക്കുന്ന ആ നടനില്ലേ, അദ്ദേഹത്തിന് ഒരു കാർത്തികിന്റെ ഒരു ചായയുണ്ട്. പിന്നെ ഇതിൽ ആക്ഷൻ രംഗങ്ങൾ, പിന്നെ DOP, മ്യൂസിക്, ബീജം, അത് പഴയ സ്റ്റൈലിൽ സംഭവിക്കില്ലേ, പെർഫെക്റ്റ് ആയിട്ട് കൊണ്ടുവന്നു. പിന്നെ അതിന്റെ കോസ്റ്റ്യൂം നമ്മൾ ഈ ജന്മിമാരെന്താണ് പറഞ്ഞ ഈ ഓരോ ഗ്രാമപ്രദേശ സ്ഥലവന്മാരെന്നൊക്കെ പറയില്ലേ, അതിൽ ആ കോസ്റ്റ്യൂം ഒക്കെ അടിപൊളിയായിട്ടുണ്ട്. മലയാളികൾ ഈ സിനിമ സ്വീകരിക്കും. കാരണം മലയാളികൾ സ്വീകരിക്കൽ മാത്രമല്ല, ഈ ചിത്രം കണ്ടിട്ട് തീരാനഷ്ടമാണ്. കാരണം ഇത് നമ്മൾ ഇന്റർവ്യൂ വരെ കണ്ടിട്ട് നമ്മൾ ഇതെന്താണ് ഈ പടം കൊണ്ടുപോയി അവസാനിക്കുന്നത്, ക്ലൈമാക്സ് ആണ് ഞെട്ടിച്ചത്. നമ്മൾ വിചാരിക്കുന്നൊരു ഇതല്ല, അതിനപ്പുറം വന്നേക്കും. തമിഴ് സിനിമയുടെ ഒരു സുവർണ്ണ കാലഘട്ടം കൊണ്ടുവന്നു. അതെ, ഈ മലയാള സിനിമ മികച്ചതായിട്ടെല്ലാം വരുന്ന പോലെ ഈ തമിഴില് ഇപ്പൊ നമ്മ ഒരുപാട് തമിഴ് ഇതൊക്കെ നമുക്ക് കണ്ട് ഇത് ഓർത്തിരിക്കും സിനിമ. അത്രയ്ക്കും പെർഫെക്റ്റ് ആയിട്ടുള്ള പാട്ടുകൾ. മുൻകാലങ്ങളിലൊക്കെ ഒരു 7-8 പാട്ടുള്ള പോലെ ഇതിൽ പാട്ടുണ്ട്, ആക്ഷൻ ഉണ്ട്, കോമഡി ഉണ്ട്. പിന്നെ നമ്മൾ വിചാരിക്കാത്ത പോലെ ഓരോ സീക്വൻസ് ആണ്, ഓരോ ഫ്രെയിം അതിഗംഭീരമായിട്ട്. കാരണം ഈ നായികമാരായിട്ട് ചെറിയ കുട്ടികളോട്ട് മുതിർന്നവർ വരെ ഒക്കെ നല്ല കഥാപാത്രങ്ങൾ നമുക്ക് മുൻകാലങ്ങളിലൊക്കെ കണ്ടോ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നല്ല രസമായിട്ടുണ്ട്. മലയാളികൾ തീർച്ചയായും കണ്ടിരിക്കേണ്ട സിനിമയാണ്, അതിൽ യാതൊരു സംശയം. ഇത് ഒരു നഷ്ടമില്ല ഈ പടം കാശ് മുടക്കി കണ്ടത്. കാരണം അത്രയ്ക്കും നമുക്കൊരു മനസ്സിനൊരു സന്തോഷം തരുന്ന സിനിമ, ഒരു പ്രകൃതി രമണീയമായ സിനിമ, പിന്നെ ഗ്രാമാന്തരീക്ഷത്തിലോട്ട് നമ്മൾ കൊണ്ടുപോകും, അത് യാതൊരു സംശയമില്ല. എന്റെ ഡയറക്ടറിന് നമ്മുടെ മലയാളികളുടെ അതിപ്പോ ഡയറക്ടർ ഏതാണെന്ന് അറിയില്ല, എന്തായാലും അദ്ദേഹത്തിന്റെ ടീം അംഗങ്ങൾക്കും എൻ്റെ അഭിനന്ദനങ്ങൾ. കാരണം അത്രയ്ക്കും നമുക്ക് മനസ്സിൽ കൊണ്ട് ആ സിനിമ അത് തിരിച്ച് നമുക്ക് ലാസ്റ്റ് വരുമ്പോഴാണ് അതിന്റെ ഒരു ത്രില്ലിങ് മനസ്സിലായത്. അതായത് നല്ലൊരു സിനിമ ഡയറക്ടർ. അതെ, അതെ, അതിന്റെ പേരോർക്കണ്ട. കാരണം ഇനിയിപ്പോ ഇദ്ദേഹത്തിന്റെ അടുത്ത സിനിമകളൊക്കെ വരട്ടെ. കാരണം ഇത് ഇപ്പൊ തമിഴ്നാട്ടിൽ എന്തായാലും സ്വീകരിക്കും സിനിമ. കാരണം അവർക്കൊക്കെ ഈ മുൻകാലങ്ങളിൽ പറഞ്ഞാൽ പഴയ തലമുറകൾ കണ്ടിരുന്ന പടം പുതിയ തലമുറകൾക്ക് കാണാൻ പറ്റിയ സിനിമ, നല്ലൊരു സിനിമ.